ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിസ്കോഫ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 kg കേക്കാണ് നമ്മളുണ്ടാക്കുന്ന എഗ്ലെസ് കേക്കാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഇന്ന് ഞാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതേവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് വീട്ടിലേക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 160 ഗ്രാം പ്രീമിക്സാണ് എടുക്കുന്നത്. എഗ്ലെസ് പ്രീമിക്സാണ്, ഏതെങ്കിലും ബ്രാൻഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇവിടെ എഗ്ലെസ് ആയ കാരണം കൂടുതലും പ്രീമിക്സ് യൂസ് ചെയ്യാറ് പതിവ്. ഇനി നമുക്കാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബിസ്കോഫ് സ്പ്രെഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ ഇപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തേയുള്ളൂ. ഇനി 1 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ മിൽക്ക് എസൻസോ അല്ലെങ്കിൽ വാനില എസൻസോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഞാനാണെങ്കിൽ മിൽക്ക് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എപ്പോഴും ഞാനാണെങ്കിൽ മൈക്രോവേവിലാണ് കാണിക്കാറ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പാനിൽ കാണിച്ചു തരാം. മൈക്രോവേവ് ഇല്ലാത്തവരാണെങ്കിലും പാൻ നമുക്ക് കേക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പാനിലാണെങ്കിൽ ഒരു റിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചരുവോ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് നമുക്കൊന്ന് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് തുറന്നിട്ട് ഇത് നമുക്ക് ബാറ്ററിനകത്ത് വെച്ച് കൊടുക്കാം. കേക്കിൽ ഒഴിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റിന് സമയം പിടിക്കും. അന്നേരത്തേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കാണെങ്കിൽ ക്രീം എടുക്കാം. ക്രീമിനകത്ത് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രെഡ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ 1 നുള്ളു ഉപ്പ്. നമ്മളിങ്ങനത്തെ കാരമൽ സോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും കേക്ക് നമ്മളിങ്ങനെ കാരമലൊക്കെ ഇട്ടുണ്ടാക്കുന്ന സ്പ്രെഡൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കുന്ന കേക്കിന് 1 നുള്ളു ഉപ്പ് ഇടുവാണ് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷുഗർ സിറപ്പും കൊണ്ടല്ല സോക്ക് ചെയ്യുന്നത്, പാലും കൊണ്ടാണ് സോക്ക് ചെയ്യുന്നത്. പാലിനകത്ത് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ബിസ്കോഫ് സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കേക്കാണെങ്കിൽ വേണമെങ്കിൽ 3 ലെയറോ അല്ലെങ്കിൽ 4 ലെയർ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഒത്തിരി ക്രീം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 3 ലെയർ ആക്കി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയർ ആക്കുവാണെങ്കിൽ നല്ലൊരു ഹൈറ്റഡ് കേക്കായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മളിപ്പോൾ ഓർഡറിന് വേണ്ടി ഉണ്ടാക്കുവാണെങ്കിൽ ഇത് 4 ലെയറായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഒരു നല്ലൊരു ഹൈറ്റ് കിട്ടാൻ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വീട്ടിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ 3 ലെയറേ ആക്കിയുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് ക്രീം പോത്തേ ഉള്ളല്ലോ കേട്ടോ. മക്കൾക്ക് അധികം ക്രീമൊക്കെ കഴിക്കുമ്പോൾ ചുമയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 3 ലെയറേ ആക്കി ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലൊക്കെ മിക്സാക്കി വെച്ചേക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. താഴെ അടിക്ക് ബോർഡിലാണെങ്കിൽ ക്രീം സ്പ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മളാണെങ്കിൽ സ്പ്രെഡൊക്കെ മിക്സാക്കി വെച്ചേക്കുന്ന ക്രീം ഇല്ലേ, അതുകൊണ്ട് നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ബോർഡറിലും നമ്മളാണെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അകത്താണെങ്കിൽ ബിസ്ക്കറ്റാണെങ്കിൽ പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റിന് നമുക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. 2 എണ്ണം വീതം ഞാൻ ഓരോ ലെയറിൽ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. സ്പ്രെഡ് ഇനി നമുക്കാണെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ച് അതുകൊണ്ട് നമുക്ക് അത് 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുക. സൈഡിലൊക്കെ ഒരു ബോർഡർ വെച്ച് ബോർഡർ വയ്ക്കണേ ക്രീമും കൊണ്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ പുറത്തോട്ട് വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഇതിന് പാലും കൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ക് വേണം. ആദ്യത്തെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വേണം സെക്കൻഡ് ലെയറും ചെയ്ത് കൊടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പി അത്. പിന്നെ ഇതേവരെ എനിക്കിതിൻ്റെ ഓർഡറൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റായി പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒത്തിരി വില കൂടിയൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കും അധികം ആരും ഇങ്ങനെ ഓർഡർ തരാത്തത്. എനിക്കിതിൻ്റെ ഓർഡർ ഇതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വെച്ച് വീട്ടിലേക്ക് വേണ്ടിയായിട്ട് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ വില അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവരാണോ അതോ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ വിലയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ച് തരണേ. ഇതെന്താ വില വരുന്നതിന്. അപ്പം ഞാനത് കളറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എടുത്തറിയിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കളറോ ഒന്നും ചെയ്യാതെ ഇതുപോലെ ഐസിങ് ചെയ്യുന്നത്. പിന്നെ മേളിലാണെങ്കിൽ നമുക്ക് ബിസ്കോപ്പിന് സ്പ്രെഡ് എടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ. നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ചെയ്യത്തില്ല, ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കത്ത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പൈപ്പിൻ ബാഗ് നിറച്ചിട്ട് ഇതുപോലെ മേളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രിപ്പ് പോലെ ഒഴിച്ച് കൊടുക്കണേ. അപ്പം എന്നിട്ട് അതിന് ശേഷമാണെങ്കിൽ ബിസ്ക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.